നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീട്ടിൽ LPG ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. പശ്ചിമേഷ്യയിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മളെ ആദ്യം ബാധിച്ചൊരു വിഷയമാണ് വീടുകളിൽ LPG ഗ്യാസ് റീഫില്ലിംഗ് എന്നുള്ളത്. നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്നത് പോലെ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് ബുക്ക് ചെയ്താൽ പല ആളുകൾക്കും ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നിങ്ങനെയുള്ള പല വിവരങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുക്ക് ചെയ്യുന്ന സമയത്ത് പല സൈറ്റുകളിലേക്കും പോയി നമ്മുടെ പണമടക്കം നഷ്ടപ്പെടുന്ന രീതിയും ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഗ്യാസ് പുതിയ രീതിയിൽ ബുക്ക് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ പറ്റിക്കൽ നമുക്ക് രക്ഷ നേടാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണഗതിയിൽ ബുക്ക് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഫോണിലേക്ക് വിളിച്ചുള്ള ബുക്കിംഗ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും ഇപ്പോൾ ഫോൺ മുഖേന ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് കമ്പനിയുടെ LPG ഗ്യാസ് ആണ് ആ കമ്പനിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്ത നമ്പറുമായി ലിങ്ക് ചെയ്ത ഫോണിലേക്ക് OTP വരലടക്കമുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ആപ്പ് വഴി നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാനും അതിലൂടെ തന്നെ പണമടക്കണമെങ്കിൽ പണമടക്കാമെല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, 45 ദിവസത്തിന് ശേഷം മാത്രമാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ബുക്കിംഗ് തീയതിക്ക് ശേഷം 45 ദിവസത്തിന് ശേഷം മാത്രമാണ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബുക്ക് ചെയ്താൽ 1-2 ദിവസത്തിനകം തന്നെ നമുക്ക് ഗ്യാസ് ലഭിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നേരിട്ട് പോയി ഗ്യാസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഒരുപാട് ലിങ്കുകൾ കാണുന്നുണ്ട്. ഇതിലൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് ലഭിക്കുന്നുണ്ട്, 45 ദിവസം കാത്തു നിൽക്കാതെ തന്നെ ഈ ലിങ്ക് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ലിങ്കുകൾ കാണുന്നുണ്ട്. അതിൽ 99% ഫേക്ക് ലിങ്കുകളാണ്. അതിൽ കയറിക്കഴിഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പണം പോകുന്നതല്ലാതെ ഗ്യാസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അത് ചെയ്യാൻ സാധിക്കുകയില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വാട്സപ്പുകളിൽ വരുന്ന ലിങ്ക്, മറ്റ് ഗ്രൂപ്പുകളിൽ വരുന്ന ലിങ്ക് ഒന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാതിരിക്കുക. ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള 2 മാർഗ്ഗം എന്നുള്ളത്, ഒന്ന് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഫോൺ ഉപയോഗിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഗ്യാസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഔദ്യോഗിക ആപ്പിലോ കയറി ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. KYC ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാനും അതിലെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസുകളെല്ലാം പറഞ്ഞിരുന്നു ഗ്യാസ് KYC ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, മസ്റ്റിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അന്ന് ഒരുപാട് ആളുകൾക്ക് മസ്റ്റിംഗ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ കൊണ്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഗ്യാസ് ഓണർ വിദേശത്തായതിനാൽ, ഗ്യാസ് ഓണർ മരണപ്പെട്ടത് കൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അന്ന് മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകളുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അന്ന് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഈ ചുവപ്പ് ഗ്യാസ് കുറ്റിക്ക് ഇപ്പോഴും വലിയ ക്ഷാമമില്ല. ഒരുപാട് ആളുകൾ യുദ്ധം മുന്നിൽ കണ്ട് സ്റ്റോക്ക് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ഷാമം വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആളുകൾ പാനിക് ആവാതെ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുക. അതുപോലെ തന്നെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലും വാട്സപ്പിലും പരാതി പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഒരു സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഫോൺ ബുക്കിംഗ് ഇപ്പോൾ ലഭിക്കാത്തത്. അങ്ങനെയുള്ള ആളുകൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ലിങ്കുകൾ വരുന്നുണ്ട്, ആ ലിങ്കുകളൊന്നും കയറി ബുക്ക് ചെയ്യുകയും ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.